ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർത്തോഗണൽ മാട്രിക്സ് എന്ന് പറയുന്നൊരു സെക്ഷനാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടാകും ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ എങ്ങനെയാണ് ഒരു മെട്രിക്സിന് ഓർത്തോഗണൽ എന്ന് പറയുക എന്നുള്ളതാണ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. എ സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റൽ ലെറ്റർ എ ഈസ് സെഡ് ടു ബി ഓർത്തോഗണൽ ഇഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ്. ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിന് ഈക്വൽ ആകുമ്പോഴാണ് ഒരു മെട്രിക്സിനെ നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. അതെപ്പോഴാണ് ഓർത്തോഗണൽ ആവുക? എ എന്ന് പറയുന്നത് എൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ട്രാൻസ്പോസിന് ഈക്വൽ ആവുമ്പോഴാണ് എ എന്ന് പറയുന്ന മെട്രിക്സിന് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് കാണാനും നമുക്കറിയാം, അതിൻ്റെ ട്രാൻസ്പോസ് കാണാനൊക്കെ നമുക്കറിയാം. അപ്പം ഇതൊരു വഴിയാണ്. അതുപോലെ മറ്റൊരു വഴിയുണ്ട് ഓർത്തോഗണലാണോ എന്ന് നോക്കാനുള്ളത്. രണ്ടാമത്തെ വഴി എന്താണെന്ന് വെച്ചാൽ ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ട്രാൻസ്പോസ് മെട്രിക്സിനോട് അതേ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഐഡൻറ്റിറ്റി മെട്രിക്സിന് ഈക്വലായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? ഓർത്തോഗണലാണ് എന്നുള്ളത്. സോ ഇതും ഒരു കണ്ടീഷനാണ്. ഇതിലേതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? ഓർത്തോഗണലാണ് എന്ന്. ഓക്കെ, സോ ഇതിലേതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുക. ആദ്യത്തെ പ്രകാരം എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുക. എൻ്റെ ട്രാൻസ്പോസിന് അത് ഈക്വൽ ആയാൽ എ ഓർത്തോഗണലാണ്. അതല്ലെങ്കിൽ എനെ എ ട്രാൻസ്പോസുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യുക, എ ട്രാൻസ്പോസിനെ എയുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? ഓർത്തോഗണലാണ് എന്നുള്ളത്. മൂന്നാമതൊരു കാര്യം കൂടി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. നോക്കൂ, പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം എന്താണ്? ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു പറഞ്ഞിരിക്കുന്ന മെട്രിക്സ് ആണ് ഇത് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത്. ആ ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. ഓർത്തോഗണൽ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അവർ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എ ഇൻറ്റു എ ട്രാൻസ്പോസും എ ട്രാൻസ്പോസ് ഇൻറ്റു എയും മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പം എ അറിയാമെങ്കിൽ എ ട്രാൻസ്പോസ് എങ്ങനെയായിരുന്നു കാണുക? കോളംസോ റോയസോ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടായിരുന്നു നമ്മൾ എഴുതുന്നത് അല്ലേ? സോ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് എ ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് കോളം ആയിരിക്കും. സെക്കൻഡ് റോ എന്ന് പറയുന്നത് എ ട്രാൻസ്പോസിൻ്റെ സെക്കൻഡ് കോളം ആയിരിക്കും. അങ്ങനെയായിരുന്നു ട്രാൻസ്പോസ് എഴുതുന്നത്. മുന്നേ പഠിച്ചതാണ്. സോ ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസ് എഴുതാൻ നമുക്കറിയാം. ഇനി എന്ത് ചെയ്യണം? എയും എ ട്രാൻസ്പോസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്, ട്രാൻസ്പോസ് മെട്രിക്സ് ഇതാണ്. എങ്ങനെയായിരുന്നു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ? ഫസ്റ്റ് റോവിന് ഫസ്റ്റ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രൊഡക്റ്റ് മെട്രിക്സിൻ്റെ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും. സോ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. അതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ഇനി അടുത്ത എലമെൻറ്റ് കിട്ടാൻ എന്താ ചെയ്യുക? ഫസ്റ്റ് ഈ എലമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിലുള്ള എലമെൻ്റാണ്. സോ ആദ്യത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിന് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ മെട്രിക്സിൻ്റെ സെക്കൻഡ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. പിന്നെ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അപ്പം എന്ത് വരും? അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. സോ അത് കിട്ടിക്കഴിഞ്ഞു. അതേപോലെ 4 എലമെൻസും എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പ്രൊഡക്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇവിടുത്തെ നമുക്കറിയാം ട്രിഗണോമെട്രീൻ്റെ റിസൾട്ടാണ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ട്രിഗണോമെട്രിയിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു റിസൾട്ടാണ്. ഓർമ്മയില്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യുക. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. അത് പ്രകാരം നമുക്ക് എന്ത് കിട്ടി? 1 0 0 1 എന്നായി മാറി നമ്മളെ മെട്രിക്സ്. അതെന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലേ? സോ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്നു? ഐഡൻറ്റിറ്റി കിട്ടി. ഇനി എ ട്രാൻസ്പോസ് ഇൻറ്റു എയും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ആദ്യം എ ട്രാൻസ്പോസ് മെട്രിക്സ് ചെയ്ത്
രണ്ടാമത് എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതായിരിക്കും. അത് ചെക്ക് ചെയ്ത് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന് അതിൻ്റെ ട്രാൻസ്പോസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ട്രാൻസ്പോസ് മെട്രിക്സിന് എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? ഓർത്തോഗണലാണ് എന്ന് നമുക്ക് പറയാം. എ എന്ന് പറയുന്നത് ഓർത്തോഗണലാണ്. സോ അങ്ങനെയാണ് നമ്മൾ ഒരു മാട്രിക്സ് ഓർത്തോഗണലാണെന്ന് നോക്കുന്നത്. ഇനി നമുക്കൊരു തിയറം പറയുന്നുണ്ട്. ഈ തിയറം പ്രകാരമാണ് നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഇതൊരു മെത്തേഡാണ്. ഇത് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം. അതിലും കുറച്ചും കൂടി എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ് നമുക്കവർ പറഞ്ഞു തരാൻ പോകുന്നത്, ഓർത്തോഗണലാണോ നോക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ആ തിയറം പറയുന്നത് നോക്കൂ. തിയറം പറയുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പ്രോബ്ലം ചെയ്യുമ്പോഴാണ് അത് കുറച്ചും കൂടി ക്ലിയർ ആവുന്നത്. എന്താണ് തിയറം പറയുന്നത്? n/n മെട്രിക്സ്. n/n എന്ന് പറയുമ്പം 2/2 3/3 ആണ് അധികവും എക്സാമിന് ചോദിക്കാറ്. സോ n/n മെട്രിക്സ് A is orthogonal if and only if its column vectors. സോ കോളം വെക്റ്റേഴ്സ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. കോളം വെക്റ്റേഴ്സ് x1 x2 etc. xn ഫോം എൻ ഓർത്തോനോർമൽ സെറ്റ്. ഇതാണ് തിയറം പറയുന്നത്. ഒന്നുമില്ല, തിയറം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നില്ല. പ്രോബ്ലം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഒരു മെട്രിക്സ് തന്നിട്ട് പ്രോബ്ലം നോക്കൂ. ഒരു മെട്രിക്സ് തന്നിട്ട് ഈ മെട്രിക്സ് ഓർത്തോഗണലാണോ എന്ന് നോക്കാനാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഒന്നുകിൽ എ ഇൻറ്റു എ ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എ ട്രാൻസ്പോസ് ഇൻറ്റു എ മൾട്ടിപ്ലൈ ചെയ്യുക. ഐഡൻറ്റിറ്റി കിട്ടുന്നുണ്ടോ നോക്കിയാൽ അത് ഓർത്തോഗണലാണോ എന്ന് നമുക്ക് പറയാം. പകരം ഇവിടെ ഈ ഒരു തിയറം പ്രകാരം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മെട്രിക്സിനകത്തിൽ നിന്ന് ഓരോരോ കോളവും കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് കോളത്തിന് x1 എന്ന് പേര് കൊടുക്കുന്നു, സെക്കൻഡ് കോളത്തിന് x2 എന്ന് നെയിം ചെയ്യുന്നു, തേർഡ് കോളത്തിന് x3, അങ്ങനെ 3 മെട്രിക്സുകളാക്കി എഴുതുന്നു. ഓക്കെ, സോ അതാണ് 3 കോളം വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ കോളം വെക്റ്റേഴ്സ് x1 x2 x3 എന്ന് പറയുന്നത് എഴുതുന്നു. ഇനിയിപ്പോൾ ഓർഡർ 2 വരുന്ന മെട്രിക്സ് ആണെങ്കിൽ 2 കോളേ ഉണ്ടാവുള്ളൂ, x1 എന്ന് പറയുന്ന കോളവും x2 എന്ന് പറയുന്ന കോളവും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് കോളം വെക്റ്റേഴ്സ് എഴുതുക എന്നുള്ളതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. x1 ട്രാൻസ്പോസിനെ x2യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ x1 ട്രാൻസ്പോസിനെ x3യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ x2 ട്രാൻസ്പോസിനെ x3യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 3 നമ്മൾ കണ്ടെത്തുക. എന്താണ് ആൻസർ കിട്ടുന്നത് നോക്കുക. x1 ട്രാൻസ്പോസിന് x2യുമായിട്ടും x3യുമായിട്ടും, x1 ട്രാൻസ്പോസ് വെച്ചിട്ട് തന്നെയാണ് x2നെയും x3നെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഫസ്റ്റ് കോളത്തിൻ്റെ ട്രാൻസ്പോസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ x1 എന്ന് പറയുന്നത് ഒരു കോളം മെട്രിക്സാണ്, അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായി മാറും? റോ മെട്രിക്സായി മാറും. ഓക്കെ, സോ x1 ട്രാൻസ്പോസ് ഇൻറ്റു x2 എന്ന് പറയുന്ന ഒറിജിനൽ കോളം മെട്രിക്സ് തന്നെ. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുക? അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പം ഫസ്റ്റ് 1/3നെ 2/3യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് ഈ എലമെൻറ്റ് ഇൻറ്റു ദിസ് എലമെൻറ്റ്, പ്ലസ് ദിസ് എലമെൻറ്റ് ഇൻറ്റു ദിസ്. ഈ കിട്ടുന്ന ആൻസർ നമുക്ക് 0 കിട്ടുന്നുണ്ടോ നോക്കുക. അതേപോലെ തന്നെ ഈ കോമ്പിനേഷൻസ് ഓർത്ത് വെക്കുക. x1 ട്രാൻസ്പോസിന് x2, x1 ട്രാൻസ്പോസിന് x3, പിന്നെ x2 ട്രാൻസ്പോസിന് x3. സോ ഇതാണ് കോമ്പിനേഷൻസ്. ഇത് 3ഉം ചെക്ക് ചെയ്തിട്ട് എല്ലാം ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ നോക്കുക. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ, ഓർത്തോഗണലാണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഈ കോളം വെക്റ്റേഴ്സൊക്കെ ഓർത്തോഗണലാണോ എന്ന് നോക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ സിമ്പിൾ പറയുന്നത് നോം എന്നുള്ള സിമ്പിളാണ്. നോം ഓഫ് x1 കാണുക. നോം ഓഫ് x1 എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇത് നിങ്ങൾ ഓർക്കണമെന്നില്ല. നോം ഓഫ് x1 എന്ന് പറഞ്ഞാൽ ഈ x1 എന്ന് പറയുന്ന കോളത്തിലുള്ള എലമെൻറ്റ്സ് ഇല്ലേ, അതിൻ്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്താലുള്ള റൂട്ട് എടുക്കുക. അതാണ് നോം ഓഫ് x1 എന്ന് പറയുന്നത്. അപ്പോൾ x1ലുള്ള എലമെൻറ്റ്സ് ആണ് 1/3, അതിൻ്റെ സ്ക്വയർ പ്ലസ് -2/3ൻ്റെ സ്ക്വയർ പ്ലസ് 2/3ൻ്റെ സ്ക്വയർ എടുക്കുക. ആ വാല്യൂവിൻ്റെ റൂട്ട് എന്താണോ അതാണ് നോം ഓഫ് x1 എന്ന് പറയുന്നത്. അതേപോലെ നോം ഓഫ് x2 കാണുക. നോം ഓഫ് x2 എങ്ങനെയാണ് കാണുക? x2 എന്ന് പറയുന്ന കോളം മെട്രിക്സിലുള്ള എലമെൻറ്റ്സ്
എലമെൻസിൻ്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്തതിൻ്റെ റൂട്ട് അതല്ല ഈ എടുത്തിരിക്കുന്നത്. നോക്കൂ, ഇനി നോം ഓഫ് x3 എങ്ങനെയാണ് കാണാം? x3 എന്ന് പറയുന്ന കോളം മാട്രിക്സിലുള്ള എലമെൻസിൻ്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്തതിൻ്റെ റൂട്ട്. സോ ഇതിൻ്റെ വാല്യൂ 1 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് പറയുന്നേരം നിങ്ങൾക്ക് കുറേ ഉള്ള പോലെ തോന്നും, പക്ഷേ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. സോ ഈസി വേയിൽ നമുക്ക് ഓർത്തോഗണലാണ് നോക്കാൻ പറ്റുന്ന കാര്യമാണിത്. നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രയൊക്കെ ചെയ്യാനില്ലേ, ഇതല്ലേ ബുദ്ധിമുട്ട്, മറ്റേതാണോ എളുപ്പം എന്ന്. പക്ഷേ അല്ല, ഇത് തന്നെയാണ് എളുപ്പം. 2 പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഓക്കെ ആയിക്കോളും. സോ നോം ഓഫ് x3 കാണുന്നു. അപ്പോൾ ഈ നോം വാല്യൂസൊക്കെ ഈക്വൽ ടു 1ഉം പിന്നെ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഈക്വൽ ടു 0യും കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം എ എന്ന് പറയുന്ന മാട്രിക്സ് എന്താണ്? ഓർത്തോഗണലാണ് എന്ന് പറയാം. സോ അതാണ് 2 കണ്ടീഷൻസ്. ഓർഡർ 3 വരുന്ന മാട്രിക്സ് ആണ് അധികം എക്സാമിന് ഓർഡർ 3 വരുന്നതാണ് ചോദിക്കാറുള്ളത്. സോ അത് തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്? കോളം വെക്റ്റേഴ്സ് എഴുതുക. x1 x2 x3 എന്ന് പറയുന്ന 3 കോളംസ് ആണുള്ളത്. സോ ആ കോളം വെക്റ്റേഴ്സ് എഴുതുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഈ പ്രൊഡക്റ്റുകൾ കാണുന്നു. x1 ട്രാൻസ്പോസ് ഇൻറ്റു x2, x1 ട്രാൻസ്പോസ് ഇൻറ്റു x3, x2 ട്രാൻസ്പോസ് ഇൻറ്റു x3. ഇത് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എങ്ങാനും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ഈ മാട്രിക്സ് ഓർത്തോഗണൽ അല്ല എന്ന്. ഓക്കെ, അത് മാത്രം കണ്ട് ഈക്വൽ ടു 0 കിട്ടിയപ്പോൾ അതേപോലെ തന്നെ ഈ നോം ഓഫ് x1, നോം ഓഫ് x2, നോം ഓഫ് x3 ഒക്കെ ഈക്വൽ ടു 1ഉം കിട്ടണം. ഓക്കെ, അങ്ങനെയാവുമ്പോൾ എന്താണ്? ഇത് ഓർത്തോഗണലാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യന് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ മാട്രിക്സിൻ്റെ കോളം മാട്രിക്സ് x1 എന്ന് പറയുന്ന കോളം മാട്രിക്സ് ആണത്. ഇത് x2 എന്ന് പറയുന്ന കോളം മാട്രിക്സ് ആണ്. സോ x1 ട്രാൻസ്പോസ് ഇൻറ്റു x2 കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഈക്വൽ ടു 0 കിട്ടും. അതേപോലെ നോം ഓഫ് x1ഉം നോം ഓഫ് x2ഉം കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഈക്വൽ ടു എന്ത് കിട്ടും? 1ഉം കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഈ എ എന്ന് പറയുന്ന മാട്രിക്സ് എന്താണ്? ഓർത്തോഗണലാണ് എന്ന്. ഓക്കെ, സോ ഈ പറഞ്ഞ തിയറം പ്രകാരം ഇങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ആദ്യത്തെ ആ ഒരു നമ്മൾ പഠിച്ചൊരു ബേസ് വെച്ചിട്ട് ആദ്യം ഒന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം, പക്ഷേ ഏറ്റവും എളുപ്പം ഇതാണെന്ന് മനസ്സിലാക്കാം. ഇനി അതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ വെദർ ദ ഗിവൺ മാട്രിക്സ് ഈസ് ഓർത്തോഗണൽ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 3 കോളത്തിനെയും 3 പേരിൽ എഴുതുക. x1 x2 x3 എന്ന്. പിന്നെ എന്ത് കാണുന്നു? x1 ട്രാൻസ്പോസ് ഇൻറ്റു x2, x1 ട്രാൻസ്പോസ് ഇൻറ്റു x3, x2 ട്രാൻസ്പോസ് ഇൻറ്റു x3. ഇത് 3ഉം കാണുന്നു. ദാറ്റ് ഈക്വൽ ടു 0 കിട്ടുന്നു. പിന്നെ നോം ഓഫ് x1, നോം ഓഫ് x2, നോം ഓഫ് x3 കാണുന്നു. അത് ഈക്വൽ ടു ഇത് എന്ന് എഴുതണം നിർബന്ധമില്ല. പകരം എന്ത് ചെയ്താൽ മതി? x1ലുള്ള എലമെൻസിൻ്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈക്വൽ ടു 1 കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ മാട്രിക്സ് എന്താണ്? ഓർത്തോഗണലാണ് എന്ന്. ക്ലിയർ ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈസി സെക്ഷനാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല, പഠിച്ചു വെക്കുക. പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.